ഈ അമ്പലത്തിൽ വെച്ചായിരുന്നല്ലേ നിങ്ങളുടെ വിവാഹം? കണ്ടത് ഇവിടെ വെച്ച് തന്നെയായിരുന്നു. എത്ര നാൾ മുമ്പ്? 3 വർഷം മുമ്പ്. 3 വർഷത്തെ പ്രണയം. 3 വർഷം മുമ്പ്. മാരേജിനല്ല ഞങ്ങള് വന്നത്. വന്ന് അന്ന് ഇദ്ദേഹം ഇവിടെ സെർവ് ചെയ്യാനൊക്കെ നിന്നു. ഇദ്ദേഹം എന്നോടെന്തോ ഭയങ്കര ഉപദേശം പോലെയൊക്കെ സംസാരിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ദേഷ്യപ്പെട്ട് തിരിച്ച് സംസാരിച്ചു. എങ്ങനെയൊക്കെ ഉണ്ട് ആള് എന്നൊക്കെ ഞാൻ ഫ്രണ്ട്സിനോട് തിരക്കി. ഈ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവാ പറഞ്ഞെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അമലിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞേ? കുറച്ച് റൗഡിത്തരൊക്കെ ഉണ്ട്. അമലേ അത്ര പാവം പാടില്ലല്ലോ. നമ്മുടെ കോൺസെപ്റ്റിലെ ആള് കുറച്ച് ഇച്ചിരിയൊക്കെ ഒരു വില്ലനൊക്കെ ആവുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചൊക്കെ ഒരു ടൈപ്പ് ആയിരുന്നു. പിന്നെ എനിക്ക് ഹൈറ്റ് ഉള്ള ബോയ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ജിമ്മനായിരുന്നു. സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ജയിലിൽ കിടക്കണമെന്നോ? ആ ഒരു അവസ്ഥയിലോട്ടൊന്നും അല്ല എങ്കിൽ പോലും അത് പറയാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കുറെ ടോർച്ചറിങ് ഉണ്ട്. പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ പൂജയുടെ വീട്ടുകാര് നല്ല ദേഷ്യത്തിലാണ്. ഇപ്പോഴും നിങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലും. എടുത്തിയാടി അങ്ങനെ ഇപ്പൊ കല്യാണം കഴിക്കണോന്ന് മുട്ടി നിന്നിട്ടൊന്നും അല്ല. 3 വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് തന്നെ. അപ്പം ഇനിയും വെയിറ്റ് ചെയ്ത എന്തോ ആവോന്ന് അറിയാൻ പറ്റത്തില്ല. കഴിഞ്ഞ് ദൂരോട്ട് മാറ്റാനുള്ള കുറച്ച് ഐഡിയ ഒക്കെ എന്റെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കാണാനോ എടുക്കാനോ അങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മെന്റലി ഡൗൺ ആയിരുന്നു. നന്നായിട്ട് ആലോചിച്ചു. പിന്നെ നോക്കുന്ന ഉറപ്പുണ്ടായിരുന്നു. വിളിച്ചു വന്നു കൊണ്ടു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കിയേ പറ്റത്തോളൂ. ഈ പറയുന്നവരൊന്നും വരത്തില്ല. വൻ ദുരിതങ്ങളായിരുന്നു അനുഭവിച്ചത്. ദുരിതമായിട്ടൊന്നും ഇല്ല, എന്നാലും അനുഭവിക്കാൻ എക്സ്ട്രീം ആയിട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് ഇയാളുടെ ബ്രദറാണ്. അപ്പൊ അവൻ കുറച്ച് എന്നെ പ്രഷർ ചെയ്തു. എല്ലാം കൂടെ ആയപ്പോ എനിക്കങ്ങ് ഓക്കെ ആയി. എന്ത് വന്നാലും ഇവളെ കൊണ്ടേ പോകുന്നുള്ളൊരു വാശിയിലായിരുന്നു തുടക്കത്തിൽ തന്നെ. ശരിക്കും പൂജയ്ക്ക് എത്ര വയസ്സായി? പൂജ 18 വയസ്സ്. അമലിന്? എനിക്ക് 24 വയസ്സ്. ഈ പൂജയ്ക്ക് ഈ 18 വയസ്സാവാൻ വേണ്ടി കാത്തിരുന്നാണോ കല്യാണം? കാത്തിരുന്നല്ല, സിറ്റുവേഷൻ അതായതുകൊണ്ട്, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് ഞാനുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ കല്യാണം കഴിച്ച് വൈറലായ 2 താരങ്ങൾ, അമലും പൂജയും. വെൽക്കം ടു ദി ഷോ. ഹാപ്പി അല്ലേ? അമലേ, ഈ അമ്പലത്തിൽ വെച്ചായിരുന്നല്ലേ നിങ്ങളുടെ വിവാഹം? ഇപ്പൊ എത്ര ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട്? 10 ദിവസം. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു? കുഴപ്പമില്ല, ഓക്കെയാണ്. ഇനി എല്ലാം സെറ്റ് ചെയ്യണം. സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. സ്റ്റാർട്ടപ്പിലേക്ക് കടന്നിട്ടുള്ളൂ. ഓക്കെ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രണയം തുടങ്ങിയത്? ഇവിടെ വെച്ചായിരുന്നു കണ്ടതൊക്കെ. ഈ അമ്പലത്തിൽ വെച്ച്? അല്ല, ഇനി നേരത്തെ അറിയാം. കണ്ടത് ഇവിടെ വെച്ച് തന്നെയായിരുന്നു. എത്ര നാൾ മുമ്പ്? 3 വർഷം മുമ്പ്. 3 വർഷത്തെ പ്രണയം. 3 വർഷം. ഇപ്പൊ നിങ്ങളുടെ 3 വർഷമായി നിങ്ങളുടെ പ്രണയം തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. ഈ അമ്പലത്തിൽ വെച്ചാണ് അത് തുടങ്ങിയത്. ഫസ്റ്റ് കണ്ട മൂവ്മെന്റ്സ് കാര്യങ്ങളും ഒക്കെ ഓർക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഇവിടെ ഒരു മാരേജിനല്ല ഞങ്ങള് വന്നത്. വന്ന് അന്ന് ഇദ്ദേഹം ഇവിടെ സെർവ് ചെയ്യാനൊക്കെ നിന്നു. ഇദ്ദേഹം സെർവ് ചെയ്യാൻ നിന്നു. അപ്പൊ എന്താ ജസ്റ്റ് എനിക്കറിയില്ലായിരുന്നു. കുറച്ച് കുട്ടിയായിരുന്നല്ലോ. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു. വന്നു, എന്നോട് മിണ്ടി. പിന്നെ എന്നോടെന്തോ ഭയങ്കര ഉപദേശം പോലെയൊക്കെ സംസാരിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ദേഷ്യപ്പെട്ട് തിരിച്ച് സംസാരിച്ചു. വഴക്കായി. ഞങ്ങൾ അന്ന് പോയി. പിന്നീട് വീണ്ടും അടുത്താണല്ലോ. അപ്പൊ വീണ്ടും ഞങ്ങള് കണ്ടുമുട്ടി. അപ്പോഴൊക്കെ ഭയങ്കര കലിപ്പായിരുന്നു. പിന്നീട് സെറ്റായി. ഫസ്റ്റിലെ തന്നെ കലിപ്പൻ കാന്താരി ലുക്കായിരുന്നോ? കാന്താരിയായിരുന്നു? അല്ലല്ല, ഞാൻ ഇവിടെ പായസം കൊടുത്തായിരുന്നു. അപ്പം കഴിക്കാതെ തിരിച്ചു പോയപ്പോ ഞാൻ ചുമ്മാ ജസ്റ്റ് ഫുഡ് വേസ്റ്റ് ആക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഉപദേശമായിട്ടാണോ? എനിക്ക് ഉപദേശം ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഈ ഉപദേശം എങ്ങനെ പ്രണയത്തിലേക്ക് മാറ്റി എടുത്തു അല്ലേ? അത് എൻ്റെ ഒരു ചേച്ചിയുടെ, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് ഇങ്ങനെ വന്നപ്പോ അങ്ങനെ പ്രപ്പോസ് ചെയ്തു. എൻ്റെ അനിയൻ വഴി, അനിയനോട് പഠിക്കുന്ന. അപ്പം അങ്ങനെ പ്രപ്പോസ് ചെയ്തു. ഒരു 5 ദിവസം കഴിഞ്ഞ് റിപ്ലൈ എത്തി.
5 ദിവസം കാത്തിരുന്നു എന്നെ റിപ്ലൈ ഇട്ടാനായിട്ട്. കൂടുതലായിട്ട് ആലോചിച്ചാണ് റിപ്ലൈ കൊടുത്തത്. എന്തൊക്കെ ആലോചിച്ച സമയത്ത്? ആലോചിച്ചെന്നൊക്കെ വെച്ചാ എങ്ങനെയൊക്കെ ഉണ്ട് ആള് എന്നൊക്കെ ഞാൻ ഫ്രണ്ട്സിനോട് തിരക്കി. കുഴപ്പമൊന്നും ഇല്ലെന്ന് എല്ലാവരുടെ ഭാഗത്തുനിന്നും പോസിറ്റീവ് ആയിരുന്നു റിപ്ലൈ. അപ്പൊ പിന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ ജസ്റ്റ് എന്തുവാ ഞാൻ വെറുതെ ഒരു ടൈം പാസ് ആണ് തുടങ്ങി വെച്ചത്. പക്ഷെ പിന്നീട് അത് സീരിയസ് ആയി വന്നു. ഈ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവാ പറഞ്ഞെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അമലിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞേ? എന്ത് അങ്ങനൊക്കെ ചോദിച്ചു കഴിഞ്ഞാ പാവമാണ്. പിന്നെ കുറച്ച് റൗഡിത്തരൊക്കെ ഉണ്ട്. അമലേ പിന്നെ പക്ഷെ ആ റൗഡിത്തരൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അത്ര പാവം പാടില്ലല്ലോ. നമ്മുടെ കോൺസെപ്റ്റിൽ ആള് കുറച്ച് ഇച്ചിരിയൊക്കെ ഒരു വില്ലനൊക്കെ ആവണ്ട്. ഞാൻ ഉദ്ദേശിച്ചൊക്കെ ഒരു ടൈപ്പ് ആയിരുന്നു. പിന്നെ എനിക്ക് ഹൈറ്റ് ഉള്ള ബോയ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ജിമ്മനായിരുന്നു. അങ്ങനെ എന്തോ എല്ലാവരുടെയും ഭാഗത്തുനിന്നൊരു പോസിറ്റീവ് റിപ്ലൈ ഒക്കെ കിട്ടിയപ്പം പിന്നെ എന്റെ ഫ്രണ്ട് ഇയാളുടെ ബ്രദറാണ്. അപ്പൊ അവൻ കുറച്ച് എന്നെ പ്രഷർ ചെയ്തു. എല്ലാം കൂടെ ആയപ്പോ എനിക്കങ്ങ് ഓക്കെ ആയി. ഓക്കെ. ഈ മനസ്സിൽ സങ്കല്പിച്ച ഒരാളെ തന്നെ കിട്ടി. ഈ അമല് എങ്ങനെയായിരുന്നു? പെട്ടെന്ന് തന്നെ പൂജനെ കണ്ടു, ഇഷ്ടപ്പെട്ടു? അങ്ങനല്ല, കണ്ടപ്പം ഇഷ്ടപ്പെട്ടു. ഞാൻ സെറ്റ് ആവത്തില്ല എന്നൊക്കെ ആയിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ എന്ത് പറ്റെന്ന് പറഞ്ഞ് പോയി പ്രപ്പോസ് ചെയ്തു. പിന്നെ ഓക്കെ. പിന്നെ അങ്ങനെ ആ ഒരു ഇതിലങ്ങ് പോയി. പിന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇതിന് ശേഷം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല ഞങ്ങളായിട്ടല്ല, അല്ലാതെ ഫുൾ ഫാമിലി ആയിട്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഓവർകം ചെയ്തിങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ അത്രയൊക്കെ വലുതായിട്ട് വേറെ പറയാൻ, ഞാൻ എന്തും വരട്ടെന്ന് പറഞ്ഞായിരുന്നു നോക്കിയത്. എന്തും വരട്ടെന്ന് വെച്ചാ കുറെ പ്രശ്നങ്ങളൊക്കെ ആയപ്പം എന്തു വന്നാലും ഇവളെ കൊണ്ടേ പോകുന്നുള്ളൊരു വാശിയിലായിരുന്നു തുടക്കത്തിൽ തന്നെ. അങ്ങനെ. നിങ്ങളുടെ വീട് ഏകദേശം അടുത്തടുത്താണല്ലോ വരുന്നത്? അടുത്തടുത്ത്. ഞങ്ങളെപ്പോഴും അതുവഴിയാ പോകുന്നത്. പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. കൊട്ടാരക്കര പോകാനാണെങ്കിൽ എന്ത് പോകാൻ വരുന്നത് അതുവഴി തന്നെ. പൂജയുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോകും. അപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ കല്യാണത്തിന് ശേഷമാണ് കാണുന്നത്. അല്ല എനിക്ക് അറിയാവുന്ന അടുത്ത് ഇവിടെ ഉള്ളതൊക്കെ. അപ്പോഴൊന്നും കണ്ടിട്ടില്ല. ഈ കല്യാണത്തിന് ശേഷം പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. വീട് ഇന്ന സ്ഥലത്താണെന്നുള്ളത്. ഓക്കെ. ഈ ശരിക്കും പൂജയ്ക്ക് എത്ര വയസ്സായി? പൂജ 18 വയസ്സ്. അമലിന്? എനിക്ക് 24 വയസ്സ്. ഈ പൂജയ്ക്ക് ഈ 18 വയസ്സാവാൻ വേണ്ടി കാത്തിരുന്നാണോ കല്യാണം? കാത്തിരുന്നതല്ല, സിറ്റുവേഷൻ അതായതുകൊണ്ട്, വേറെ വഴിയില്ലാത്തതുകൊണ്ട് പോകുന്നതാണ്. ഇപ്പൊ സിറ്റുവേഷന്റെ കാര്യം പറഞ്ഞല്ലോ, എന്തായിരുന്നു ആ സിറ്റുവേഷൻ? എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത രീതിയിൽ കുറെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിക്ക് എഫക്റ്റ് ആവും രണ്ടുപേർക്കും. വീട്ടില് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട വന്നു. മാക്സിമം നോക്കി 3 വർഷം പിടിച്ചു നിൽക്കണ്ടേ. അപ്പൊ അതിന് അത്രയും ഞങ്ങള് എടുത്തു ചാടിയതും അങ്ങനെ ഇതൊന്നും അല്ല. സാഹചര്യത്തിന് സമ്മർദ്ദം പോലെ പറ്റിപ്പോയാൽ അത് വേറെ വഴിയില്ല. ചെയ്തേ പറ്റൂ. കല്യാണം കഴിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇനി ഇത്ര നാള് നമ്മള് വെയിറ്റ് ചെയ്ത് ഇനിയും വെയിറ്റ് ചെയ്ത് എന്തോ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. സിറ്റുവേഷൻ മോശമാവും. അങ്ങനെ വരുവാണെന്ന് പറഞ്ഞു പിന്നെ കൊണ്ടുപോയി. എന്തൊക്കെയായിരുന്നു പൂജ വീട്ടിലുണ്ടായിരുന്ന പ്രഷറുകൾ കാര്യങ്ങളൊക്കെ? അത്ര പ്രശ്നമൊന്നും ഇല്ല. അല്ല അതൊന്നും വീട്ടുകാർ ഇഷ്ടമായതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളും അല്ലാതെ വീട്ടുകാർക്ക് അല്ലാതെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അമലിനെ ഇഷ്ടമല്ലാത്തതിന്റെ പേരിൽ കുറെ കാര്യങ്ങളും അതേ ഉള്ളൂ. അല്ലാതെ ഫാമിലി ആയിട്ടൊന്നുമില്ല. അങ്ങനെ അവരുടെ കാര്യത്തെ കുറിച്ച് പറയാനൊരു ഇതില്ല, താല്പര്യമില്ല അതിന്. അത്രേ ഉള്ളൂ. ഇഷ്ടമായതിനുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം അവരെ ഒന്നും അവരെ ഇതില് മരിച്ചതൊന്നും ഇതില്ല. അമലിന്റെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാ സപ്പോർട്ടായിരുന്നു ഇതില്? എന്റെ അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ടാ. എന്റെ കൂടെ നിൽക്കും. എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് എന്റെ കൂടെ നിൽക്കും. കാര്യങ്ങളെല്ലാം നടത്തിയത് അവരൊക്കെ തന്നെ. അച്ഛൻ്റെ അമ്മയുടെയും കാലം തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണല്ലോ വിവാഹം തുടങ്ങിയത്. അതൊക്കെ അവരുടെ ഇത് തന്നെ. ഈ അച്ഛൻ എന്താ പറഞ്ഞത്? മോനൊരു ഉപദേശമായിട്ട് എന്തായിരുന്നു തന്നത്? ഉപദേശമായിട്ട് അങ്ങനൊന്നും തന്നില്ല. ഞാനിത് സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നത്. അപ്പൊ അവർക്ക് മനസ്സിലായി. അപ്പൊ അവരെന്റെ കൂടെ തന്നെ നിന്നു.
എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെയുള്ള A to Z അറിയാം അവർക്ക്. അറിയായിരുന്നു. സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ജയിലിൽ കിടക്കേണ്ട വന്നോ? ആ ഒരു അവസ്ഥയിലോട്ടൊന്നും അല്ല എങ്കിൽ പോലും അത് പറയാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കുറേ ടോർച്ചറിങ് ഉണ്ട്. പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിട്ടുണ്ട്. അതിപ്പോ പറയാൻ താല്പര്യം അതിലോട്ട് പോകാൻ വേണ്ടല്ലോ. ഇല്ല. വേറെ കുറച്ച് ഡാർക്ക് സീനുണ്ട്. അപ്പൊ അതില്ല, ഹാപ്പി ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളിപ്പോ നോക്കുന്നത്. പിന്നെ അവരുടെ വീട്ടുകാരെ ഇതിലോട്ട് വലിച്ചിടാനുള്ള ഒരു ഇതില്ല. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ്, കൂടെ നിൽക്കും. ഇനി സ്റ്റാർട്ടപ്പ് ചെയ്യാനെല്ലാം വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ. ഇപ്പൊ പൂജയുടെ വീട്ടുകാർ നല്ല ദേഷ്യത്തിലാണ്. ഇപ്പോഴും നിങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലും അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല. അത്രയ്ക്കൊന്നുമില്ല. അവർക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേനും എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരായിരുന്നു അതോ പൂജ എന്തെങ്കിലും ക്ലാസ്സിനോ മറ്റോ പോവാന്നും പറഞ്ഞ്? അല്ല, വിളിച്ചാണ്. ഞാൻ വന്നു. വീട്ടിൽ തന്നെ ആയിരുന്നു ആ സമയത്ത്? അല്ല, അമ്മയുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് നേരെ ഇറങ്ങിപ്പോന്നു. അപ്പൊ അമ്മയോടൊക്കെ പറഞ്ഞോ? പറഞ്ഞിട്ട് ഇപ്പൊ ആരെങ്കിലും അല്ല, അതല്ല ഞാൻ ചോദിച്ച വേറൊന്നല്ല. അപ്പൊ അമ്മ ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ വീട്ടിൽ ആളില്ലായിരുന്നു ആ ടൈമില് അമല് വന്നു. അപ്പൊ തന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നു. അന്ന് തന്നെ കല്യാണം നടന്നോ അതെയോ? അല്ല, അന്ന് തന്നെ അല്ലായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം. അപ്പം വീട്ടുകാർ തന്നെ പറഞ്ഞ കല്യാണം നടത്താം. അങ്ങനെ പറഞ്ഞു. വിളിച്ച് നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്? അമലിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്? വീട്ടിലേക്ക് തന്നെ. അമ്മയുടെ വീട്ടിലേക്ക്. അവിടെ പോയി പിന്നെ മെമ്പർ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇങ്ങനെ മാറി നിൽക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ. അല്ല, ഇപ്പൊ ഒരു പെൺകുട്ടീനെ വിളിച്ചിറക്കി കൊണ്ട് പോകുന്ന കഴിയുമ്പോഴത്തേനും ആ പെൺകുട്ടിയുടെ വീട്ടുകാര് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കില്ല, എന്റെ മോളെ കാണാനില്ല എന്നുള്ള രീതിയിലുള്ള പരാതി കൊടുക്കാം? അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്റ്റേഷനിൽ പോയി ഹാജരായോ നിങ്ങൾ? ഹാജരായി. അന്നേരം അവിടെയുള്ള അവരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? സമീപനം കുഴപ്പമില്ലായിരുന്നു. ഏജ് ആയതുകൊണ്ട് പിന്നെ പറയാൻ പറ്റൂലല്ലോ. ആരും കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്റെ അടുത്ത് അമ്മ മാത്രമേ വന്നുള്ളായിരുന്നു. എന്നോട് എന്റെ താല്പര്യം എന്താന്ന് ചോദിച്ചു. ഞാനപ്പം അമലിന്റെ കൂടെ തന്നെ നിൽക്കുകയാണ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു തുടങ്ങി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കല്യാണ വീഡിയോയിൽ കാണുമ്പോഴത്തേനെല്ലാം 2 കുട്ടികളാണ്. പൂജ സ്കൂളിൽ നിന്ന് നല്ല കുട്ടിയാണ്. അമലിനാണെങ്കിൽ കുറച്ചെങ്കിലും ഈ ലുക്കൊക്കെ വെച്ച് അങ്ങനെ തോന്നത്തുള്ളൂ. പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുഞ്ഞു കുട്ടി. സ്കൂളിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നാണ് കല്യാണം കഴിച്ചെന്ന് ചോദിച്ചത്. അല്ല, ഇതിപ്പോ അവർക്ക് ഞങ്ങളുടെ സ്ഥാനത്ത് ഇരിക്കുമ്പം അവർക്ക് മനസ്സിലാവും എന്താ അവരിതുണ്ട്. അല്ലാതെ എടുത്തിയാടി അങ്ങനെ ഇപ്പൊ കല്യാണം കഴിക്കണോന്ന് മുട്ടി നിന്നിട്ടൊന്നും അല്ല. 3 വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് തന്നെ. അപ്പം ഇനിയും വെയിറ്റ് ചെയ്ത് എന്തോ ആവുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പൊ ഇതായിപ്പോയി. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. എന്തോ ആവും. ഇനിയിപ്പം 3 വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പം ഇനി എന്തോ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തോ ആവും അറിയാം. അപ്പൊ അത്ര റിസ്ക് എടുത്ത് ഇനി ദൂരോട്ട് മാറ്റാനുള്ള കുറച്ച് ഐഡിയ ഒക്കെ എന്റെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കാണാനും എടുക്കാനോ അങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്നെ ഈ മാക്സിമം ലോക്ക് ചെയ്യുകയും ചെയ്യും എന്റെ വീട്ടുകാര്, കാണാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പം അതെല്ലാം കൂടെ വെച്ചും പിന്നെ ഈ ഇടയ്ക്ക് വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ആയി. അങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ട് ഞാനാകെ മെന്റലി ഡൗൺ ആയി. അപ്പം നന്നായിട്ട് ആലോചിച്ചു. പിന്നെ നോക്കുന്ന ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ വിളിച്ചു, വന്നു, കൊണ്ടുപോയി. ഈ ഫോണൊക്കെ മേടിച്ചു വെക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്? ഫോണില്ലായിരുന്നു എനിക്ക്. 10th കഴിഞ്ഞിട്ട് ഫോൺ പിന്നെ ഈ സീനൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നെ ഫോൺ വാങ്ങി തന്നതുമില്ല. പിന്നെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? ഒരു വിശ്വാസം അതിന്റെ മേലങ്ങ് പോയി. അധികം കാണത്തില്ല, എടുക്കത്തില്ല, മിണ്ടൂല, അങ്ങനൊന്നും ഇല്ലായിരുന്നു. അടുത്താണെങ്കിൽ പോലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പോലെ. അധികം കാണാൻ പറ്റൂല, മിണ്ടൂല. കാരണം എന്റെ വീട്ടുകാർ അത്രയ്ക്ക് ഇതാണ്. എന്നെ നന്നായിട്ട് ഇവനെ കാണിക്കാതാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ എനിക്ക് ഒന്ന് കാണാൻ വേണ്ടിട്ടൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, ഇവനും ഒരു ഉറപ്പുണ്ട്. എന്തായാലും എന്ത് വന്നാലും കൂടെ നിൽക്കും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു ട്രസ്റ്റിൽ മുന്നോട്ട് പോയി. പിന്നെ ഇടയ്ക്ക് ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോ ഇങ്ങനെ തിരക്കും വിശേഷങ്ങള്, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അല്ലാതെ കോണ്ടാക്ട്സ് ഒന്നും അധികം ഇല്ല. അങ്ങനെ എത്ര നാള് പോയി ഈ ഒരു
അങ്ങനെ ഒരു 2 വർഷത്തോളം അങ്ങനെ പോയിട്ടുണ്ട്. കാണാതെയും ആ, സംസാരിക്കാതെ? പോയിട്ടുണ്ട്. ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ഒരു ഇത് കേൾക്കുന്നത്. കാരണം ഇപ്പോൾ ഉള്ള പ്രണയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ വിളി, കാര്യങ്ങൾ, കാണാൻ പോക്ക് ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. ആ സമയത്താണ് നിങ്ങൾ ഇതിനൊക്കെ വലിയ സ്റ്റോറി, ഇത് ഞങ്ങള് ഏറ്റവും ചെറുതായിട്ടാ പറയുന്നത്, വലിയ സ്റ്റോറിയാണ്. ഞങ്ങള് മൊത്തം പറയാനുള്ള ഇപ്പം ഭയങ്കരമായിട്ട് വീട്ടുകാർക്കൊക്കെ എഫക്റ്റ് ആവും. അപ്പൊ എന്റെ അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും അപ്പൊ ഞങ്ങള് ചെറുതായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെങ്ങനെ കണ്ടുമുട്ടിയ അത്ര ആ ഒരു ഇത് മാത്രം പറയാം. കൂടുതല് വീട്ടിൽ ആരായിരുന്നു പൂജ ഏറ്റവും കൂടുതൽ ദേഷ്യമായിട്ട് നിന്നത്? സ്വാഭാവികം എല്ലാ വീട്ടിലും അച്ഛന്മാരാണല്ലോ. അച്ഛൻ തന്നെ ആയിരുന്നു. അമ്മ എങ്ങനെയുണ്ടായിരുന്നു? അമ്മ കുഴപ്പമില്ലായിരുന്നു. അമ്മയുടെ ഭാഗത്തുനിന്നൊരു ചെറിയൊരു സപ്പോർട്ട് പോലെ ഉണ്ടായിരുന്നു? ഒന്നുമില്ല. സപ്പോർട്ട് ആരുടെ ഭാഗത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പൊ ഇവിടെ വന്ന് കല്യാണം നടത്തുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇല്ല. വന്നു കഴിഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല. സ്റ്റേഷനിൽ പോയി പറഞ്ഞു, എന്നോട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരുണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ച് വിട്ട്. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം വിഷുവിൻ്റെ അന്ന് ഇവിടെ ചെറുതായിട്ട് താലി കെട്ട്, അത്രേ ഉള്ളായിരുന്നു. പിന്നെ ആഗ്രഹം കല്യാണമാണല്ലോ, അപ്പം പെട്ടെന്ന് ആയതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇട്ടെന്നേ ഉള്ളൂ. ഒരാഗ്രഹത്തിന്റെ പുറത്ത് ഇട്ടതാ. അത് ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചൊന്നല്ല. കുറെ നാൾ വെയിറ്റ് ചെയ്തതിന്റെ ആ ഒരു ഇത് വെച്ച് കെട്ടിക്കഴിഞ്ഞപ്പം സന്തോഷത്തിന് ഇട്ടു, അത്രേ ഉള്ളൂ. അങ്ങോട്ടും ഈ കല്യാണം വെച്ചിട്ടാണ് നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ സ്റ്റാർട്ട് ചെയ്തതല്ലേ? സ്റ്റാർട്ട് ചെയ്തതല്ല, ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും പോസ്റ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ഈ പ്രശ്നമൊക്കെ ആയതുകൊണ്ട്, പിള്ളേരെയൊക്കെ ആയതുകൊണ്ട് ഒന്നും പോസ്റ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു ഫോട്ടോ അങ്ങനെ ഇട്ടിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇതെന്തോന്ന് അറിയാൻ, അവസാനം എന്തോന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ പിന്നെ സെറ്റായി കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് അത്രേ ഉള്ളൂ. ആ വീഡിയോ അങ്ങോട്ട് കയറി ലോകം മൊത്തം വൈറലായി. കൊച്ച് പ്രായത്തിന്റെ ആൾക്കാര് അതുകൊണ്ട് വൈറലായി. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല. അല്ല, ആൾക്കാരെല്ലാം വിചാരിക്കുന്നത് നിങ്ങൾ രണ്ട് കുഞ്ഞു കുട്ടികളാണെന്നാണ്. സ്കൂളിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന 2 കുഞ്ഞു കുട്ടികളാണെന്നാണ് എല്ലാവരും. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കമന്റ്സും അത് തന്നെയാണ്. കമന്റ്സ് അതാ. കാരണം സ്കൂളിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു, എന്നിട്ടാണ് കല്യാണം. അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. ഞങ്ങളായാലും പെട്ടെന്ന് അങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ. അവരെയൊന്നും നോക്കുന്നൊന്നുമില്ല, അങ്ങനല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കിയേ പറ്റത്തുള്ളൂ. ഈ പറയുന്നവരൊന്നും വരത്തില്ല. അല്ല, അങ്ങനൊന്നുമല്ല. ഞങ്ങള് ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമ്മൾ അനുഭവിച്ചൊക്കെ അതിനൊക്കെ. ഇതൊന്നും ഒന്നുമല്ല. വൻ ദുരിതങ്ങളായിരുന്നു അനുഭവിച്ചത്. ദുരിതമായിട്ടൊന്നുമില്ല, എന്നാലും അനുഭവിക്കുന്ന എക്സ്ട്രീം ആയിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? അടിയൊന്നുമില്ല, അടിയായിട്ടൊന്നുമില്ല, ഉപദ്രവമൊന്നുമില്ല. അല്ലാതെ മെന്റലി കുറച്ച് അങ്ങനെയുള്ള പ്രഷർ, ഇതില് റിലേഷൻ ആയിട്ടുള്ള പ്രഷർ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫോൺ വിളിച്ച് ചീത്ത പറയുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഫാമിലി അതൊന്നും പറയാനില്ല. ഫാമിലി ആയിട്ടുള്ളതൊന്നും